വഴിയിൽ മിഴി നിന്നെ തേടും നീ അറിയാതിനി എന്നെന്നും. വിനീതേട്ടനെ കാണുമ്പോൾ ചേട്ടൻ ഒരു ഫ്രീ മൈൻഡുള്ള പുള്ളിയാണ്. പുള്ളിയെടുത്ത് ഞാൻ ഈ സോങ് ആദ്യമേ നമ്മളെ റെക്കോർഡിങ് അയച്ചു കൊടുത്തപ്പോൾ തന്നെ പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞു ഓക്കെ ആണെന്ന് പറഞ്ഞത്. ഈ പാട്ട് ഇറങ്ങിയിട്ടും ശ്രീത്തിനെ തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് ശ്രീത്തിനെ നമുക്ക് ഒരു ഭീഷണിയാണ് എന്ന് പറഞ്ഞ് ഒതുക്കുന്ന രീതിയിലാണ് തോന്നിയിട്ടുണ്ടോ? അഴകേ അരികേ ഞാനിന്നും ഏകനാ. നമ്മൾ സ്വന്തമായിട്ട് ഒരു മ്യൂസിക് ഡയറക്ടർ ആവുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമാണ്. ആരുടെടുത്തും പോയി എനിക്കൊരു ചാൻസ് തരുമോ അങ്ങനെ ഞാൻ ചോദിച്ചിട്ടില്ല. മറ്റുള്ളവരുടെ ചോദിക്കുന്നതിനെക്കാട്ടും നല്ലത് നമുക്ക് സ്വന്തമായിട്ട് എന്തുകൊണ്ട് ചെയ്തുകൂടാ. കഴിവുള്ള എല്ലാവർക്കും ഒരു സ്ഥലത്ത് എത്തിച്ചേരണം എന്ന് പറഞ്ഞ് വിചാരിച്ചിട്ടും എത്തിച്ചേരാൻ പറ്റുന്നില്ല. മൂവി വേൾഡ് മിനി സ്ക്രീനിലേക്ക് സ്വാഗതം. എന്നോടൊപ്പം ഇരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും അറിയാം, നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിലെ കോമഡി ഉത്സവത്തിൽ ആദ്യമായിട്ട് ഇതൊക്കെ എൻ്റെ ഇരിക്കുന്നതൊക്കെ ഇതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ പറയും, സ്കെച്ചൊക്കെ എൻ്റെ ഇരിപ്പുണ്ട്. റിവേഴ്സിൽ എഴുതും, നമ്മൾ പറയുന്ന പാട്ട് റിവേഴ്സിൽ എഴുതി അദ്ദേഹം സ്വന്തമായിട്ടൊരു പാട്ട് പാടും, റിവേഴ്സിൽ എഴുതും. അതിൽ മാത്രമല്ല ഒരു മ്യൂസിക് ഡയറക്ടറാണ്. പള്ളിമണി എന്നുള്ള ഒരു സിനിമയിലൂടെ തന്നെ വിനീത് ശ്രീനിവാസൻ കൊണ്ട് ഒറ്റ പാട്ടിലൂടെ തന്നെ പ്രശസ്തനായിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അതിലൂടെ നമുക്ക് പരിചയപ്പെടാം. അതിൻ്റെ കുറേ വിശേഷങ്ങൾ കേൾക്കാനുണ്ട്. ശ്രീജിത്ത് രവി. ശ്രീത്തെ നമസ്കാരം. ശ്രീത്തെ, നോർമലി ഒരു പാട്ട് പാടാൻ തന്നെ വലിയ പാടാണ്. ഇപ്പോൾ എനിക്ക് തന്നെ നീ ഇപ്പോൾ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരുന്ന എനിക്ക് എൻ്റെ കാര്യങ്ങൾ എഴുതുമ്പോൾ തെറ്റും. എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നത്? കാര്യം ഞാനിപ്പോൾ ഒരു പാട്ട് പറയും, ആ പാട്ട് നീ എഴുതും, നിനക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പാടിക്കൊണ്ട് എഴുതും, അത് റിവേഴ്സിൽ. ഇതെങ്ങനെയാണ് പഠിച്ചത്? ഇത് പ്രാക്ടീസ് എന്നേ പറയാൻ പറ്റുള്ളൂ. കാര്യം നമ്മൾ എന്താണ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ മൈൻഡിൽ കൺട്രോളായിട്ട് വേണം. അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് അത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഞാനായിട്ട് തന്നെ കണ്ടുപിടിച്ചതാണ്. ഇന്നുവരെ വേറെ ആരും ഇത് ചെയ്ത് ശ്രമിച്ചിട്ടില്ല. ശ്രമിച്ചാൽ പറ്റാവുന്ന കാര്യമാണ്, മനുഷ്യർക്ക് എല്ലാവർക്കും പറ്റും. പറ്റാത്തതായിട്ടുള്ള ഒന്നുമില്ല, പക്ഷേ ശ്രമിക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ ശ്രമിച്ചിട്ട് കോമഡി ഉത്സവത്തിൽ വരാൻ വേണ്ടി ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെ പ്രാക്ടീസ് ചെയ്ത് കണ്ടുപിടിച്ചൊരു സംഭവമാണ്. എത്ര വർഷം കൊണ്ട് കണ്ടുപിടിച്ചാണിത്? ഇതൊരു എനിക്ക് ഈ മൾട്ടി ടാസ്ക്കാണ് ഇത് സംഭവം. ഇത് ഓരോ കാര്യങ്ങളും എനിക്ക് അറിയായിരുന്നു. ഇപ്പോൾ മലയാളം ഭാഷ തലതിരിച്ച് എഴുതാനും ഇംഗ്ലീഷ് തലതിരിച്ച് എഴുതാനും ഹിന്ദി തലതിരിച്ചാൻ എനിക്കറിയാം. എല്ലാം എഴുതും. ഇതൊക്കെ ലവ് ലെറ്റർ എഴുതാൻ വേണ്ടി പഠിച്ച ഒരു ടെക്നിക്കാണ്. അത് ഈ ലവ് ലെറ്റർ എത്ര നീ അങ്ങനെ തലതിരിച്ച് എഴുതി കൊടുത്തിട്ടുണ്ട്? സ്വന്തമായിട്ട് അന്നൊക്കെ ഡിഗ്രിക്ക് പ്ലസ് ടു എത്ര പെമ്പിളാർ കൊടുത്തു? അത് പറ. കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. കാര്യമില്ല. എടാ അതല്ല, നീ കൊടുത്തതൊക്കെ ഫ്രണ്ട്സിനോട് സഹായിച്ചിട്ടുണ്ട്, എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ വായിക്കും? അത് ആ പേപ്പർ തലതിരിച്ച് പിടിച്ച് തിരിച്ച് മുകളിലോട്ട് നോക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് അറിയാം. കോപ്പി അടിക്കാനൊക്കെ എളുപ്പമായിരുന്നു നിനക്ക്? കോപ്പി അടിക്കാനൊക്കെ അത് ഇങ്ങനെ കോപ്പി അടിക്കുന്നില്ല. സാറന്മാർ മനസ്സിലാവത്തില്ലല്ലോ എന്താന്നുള്ളത് കാണിക്കുമ്പോ. അല്ല, ഇത് സാറന്മാരെ കണ്ടിട്ടാണല്ലോ സാറന്മാർ വായിക്കേണ്ടത്. ലവ് ലെറ്റർ എത്ര പേർക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ട്? അത് കുറച്ചേറെ കൊടുത്തിട്ടുണ്ട്. അത് ആ സമയത്ത് നിനക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? അല്ല, ഇതൊക്കെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങള് ഒരു 10 വർഷത്തെ പരിചയം കേട്ടോ ശ്രീതുമായിട്ട്. കല്യാണം കഴിഞ്ഞ് അതല്ല, ഞാൻ മുന്നേ ഉള്ള കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞോണ്ട് കാര്യമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ചോദിച്ചാൽ എത്ര പ്ലസ് 2 തൊട്ട് തുടങ്ങിയത് ഈ പരിപാടിയില്? തലതിരിഞ്ഞ പരിപാടി തുടങ്ങി തന്നെയാണ്. പ്ലസ് 2 ഒക്കെ ആകുമ്പോഴാണല്ലോ കുറച്ച് തലതിരിഞ്ഞ പരിപാടിയൊക്കെ ചെയ്യേണ്ടത്. പിന്നീട് ചെയ്യാൻ പറ്റൂലല്ലോ, പറ്റത്തില്ല. ഡിഗ്രി കയറിയപ്പോൾ തുടങ്ങിയോ? ഡിഗ്രി ഇപ്പൊ ഞാൻ തെളിഞ്ഞു. തെളിഞ്ഞു. അതായത് തല തിരിഞ്ഞ് എഴുതി അത് തെളിഞ്ഞു. എത്ര പേർക്ക് കൊടുക്കാൻ പറ്റുന്നുള്ള തെളിഞ്ഞു. കുറച്ച് പേർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവരൊക്കെ തപ്പിപ്പിടിച്ച സമയം എടുക്കുമോ വായിക്കാൻ? ഇല്ല, ആ ടെക്നിക്ക് കൂടി പറഞ്ഞു കൊടുക്കും. വായിക്കേണ്ടത് ആരാണോ അവർക്ക് ആ ടെക്നിക്ക് പറഞ്ഞു കൊടുക്കും, എന്നാലേ അവർക്ക് വായിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ചെയ്യിക്കാനായിട്ട് എൻ്റെ ഒന്നുമില്ല, പക്ഷെ ഇതിനകത്ത് പറ്റില്ല. ഇതിനകത്ത് നമുക്ക് പാടാണ്. അറിയാൻ പറ്റുമോ? വായിക്കാൻ പറ്റും. ഇതിനകത്ത് ലവ് ലെറ്റർ എഴുതാം. ലവ് ലെറ്റർ എഴുതാൻ എന്ത് വേണമെങ്കിലും എഴുതാം. അത് ഒരു കണ്ണാടി ഉണ്ടെങ്കിലും ആ കണ്ണാടി നോക്കിയാലും അതറിയാം. അതറിയാം. പക്ഷെ അതല്ല, കണ്ണാടി ഇല്ലാത്തവർ എങ്ങനെ എന്നുള്ളത് ഞാൻ ചോദിച്ചത്. കണ്ണാടി ഇല്ലാത്തത് ഈ പേപ്പർ പൊക്കി തലതിരിച്ച് വെച്ചാൽ നമുക്കത് നോക്കാം അല്ലേ? അതിന് മുന്നായിട്ട് നമ്മുടെ പള്ളിമണിയിലെ സിനിമയില് അതിനകത്ത് ഒരു മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. അത് ലെജൻഡ് ആയിട്ടുള്ള വിനീത് ശ്രീനിവാസനെ കൊണ്ട് തന്നെ പാടിച്ചു അല്ലേ? ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിനാ അത് ഒരു വലിയൊരു കഥയാണ്. കാര്യം നമ്മൾ സ്വന്തമായിട്ട് ഒരു മ്യൂസിക് ഡയറക്ടർ ആവുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമാണ്. അപ്പോൾ അങ്ങനെ ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ നടന്നിട്ടൊന്നും ഒരു പിടിയില്ലായിരുന്നു, ഒരു ചാൻസും കിട്ടത്തില്ല. അങ്ങനെ ഈ കോമഡി ഉത്സവത്തിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഈ സ്പോട്ട് മ്യൂസീഷ്യനാണ് ഞാൻ. അപ്പോൾ ഒരു ലിറിക്സ് ഒരു പാട്ട് തന്നാൽ, അതിൻ്റെ സിറ്റുവേഷൻ തന്നാൽ, അല്ലെങ്കിൽ ഒരു വേറൊരു ലാംഗ്വേജിലുള്ള പാട്ട് തന്നാൽ എല്ലാം ഞാൻ അതിൻ്റെ സ്പോട്ടിൽ തന്നെ തലതിരിച്ച് അതിൻ്റെ ലിറിക്സ് ചേഞ്ച് ചെയ്യും. പിന്നെ ആ പാട്ടിനെ പുതിയ ലിറിക്സ് ഉണ്ടാക്കും, പുതിയ ടൂൺ ഉണ്ടാക്കും. അതായത് ഞാനിപ്പോൾ ഒരു പാട്ട് പറഞ്ഞാൽ ആ പാട്ടിനെ നീ വേറെ രീതിയിൽ പാടും, ലാംഗ്വേജ് മാറ്റി പാടും. അതിൻ്റെ ഇപ്പോൾ ഒരു മലയാളം പാട്ട് പറയുകയാണെങ്കിൽ ആ മലയാളത്തിനെ ഞാൻ തമിഴാക്കും,
തമിഴാണെങ്കിൽ മലയാളം കൊള്ളാലോടാ നീ നേരം. അങ്ങനെ ചേഞ്ച് ചെയ്യും. പിന്നെ എൻ്റെ മ്യൂസിക് ഒരു സിറ്റുവേഷൻ തന്നാൽ ആ സിറ്റുവേഷന് മാച്ച് ആകുന്ന പുതിയ മ്യൂസിക് ഉണ്ടാക്കും. മ്യൂസിക്കും അതിൻ്റെ ലിറിക്സും പിന്നെ ഞാൻ പാടുകയും ചെയ്യും. ഒരു മിനിറ്റ് ഇതൊന്ന് നോക്കിയിട്ട് തന്നെ ബാക്കി കാര്യം ടെസ്റ്റ് ചെയ്യണം. ആദ്യം ഒരു കാര്യം ചെയ്യാം. ഈ ഞാൻ പറയുന്നൊരു പാട്ട് തമിഴിൽ പാടണം, ഒരു മെലഡി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലവ് സോങ് ആയിക്കോട്ടെ, ഞാൻ പറയാം. പിന്നെ ഒരു സിറ്റുവേഷൻ തരും, അതിനൊരു പാട്ടുണ്ടാക്കണം. റെഡിയാണോ? അപ്പൊ ശരി, ഞാൻ ആദ്യം വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ്, സത്യം ശിവസുന്ദര സിനിമയിലെ അത് മലയാളമാണ്, ഇംഗ്ലീഷും കൂടെ അതിനകത്തുണ്ട്. അതിനകത്ത് നിങ്ങൾ തമിഴിൽ മാറ്റണം. വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ് അതിനെ തമിഴാകാം. തമിഴോ ഇംഗ്ലീഷോ ഹിന്ദിയോ തമിഴാകാം. கனவே நானும் கூடேன் விளையாடும் போதே காற்றே உந்தன் சிறகில் சிறி தூகும் போதே நீ அலையாய் காற்றொளியாய் நீ அலையாய் காற்றொளியாய் நீ என் சிறகில் என்றும் மழவில்லை போல കാറ്റായി മലയും എന്തൻ സിറവയൽ പോലെ. അതെ അതെ അതെ, ഇത് കേൾക്കുമ്പോൾ നമുക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റുന്നു. മൈക്കിലൊക്കെ അടിപൊളിയായിരിക്കും. ഇതിന്റെ ഹിന്ദി വെർഷൻ അറിയാം. അതിന്റെ ഹിന്ദി വെർഷൻ ഹിന്ദി എനിക്ക് ഇഷ്ടമുള്ള പാട്ട്, മലയാളത്തിൽ ഇഷ്ടമുള്ള ശ്രീധന് ഇഷ്ടമുള്ള ഒരു പാട്ട് ഹിന്ദിയിലേക്ക് പാടുമ്പോൾ പക്ഷേ ഹിന്ദി ലിറിക്സ് എനിക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് ഒത്തിരി റിസ്ക് ആണ്. അപ്പം വേറെ ഏത് ലാംഗ്വേജ് സ്പോട്ട് ചെയ്യാൻ പറ്റും? തമിഴ് മാത്രമേ പറ്റുള്ളൂ. ഹിന്ദി സോങ്ങിനെ ഞാൻ മലയാളമാക്കാം. ശരി, അപ്പോൾ ഒരു ഇഷ്ടമുള്ള ഹിന്ദി സോങ് ഞാൻ ആഷിക്ക് ടൂലെ പാട്ട് പറഞ്ഞാൽ പാടുവോ? ആ അതിന്റെ മലയാളം. നീ അലയായി എന്നിൽ അലിയുമ്പോഴേ ഞാൻ നിന്നിൽ വന്നത്തോവലായി കനവായി മാറും നിൻ ചിറകലയിൽ വെൺമേഘങ്ങളായി ഞാൻ ചേർന്നലിയാ നിലവായെന്നിൽ ചിരി തൂകുമ്പോൾ മിന്നിലാ ചിരി തൂകിതാ കാറ്റിലായി നിൻ പുഞ്ചിരി വെൺമേഘമായി മാറിതാ. പൊളിയടാ. അത് ഹിന്ദി കേൾക്കുന്ന അതേ ഫീൽ തന്നെ മലയാളത്തിൽ കേൾക്കുമ്പോൾ നമ്മൾ റീമേക്ക് ഒക്കെ വരത്തില്ലേ സിനിമകളുടെ ഒക്കെ, അല്ലേ? ഡബിങ് മൂവിയൊക്കെ വരുന്ന പോലൊക്കെ അത് ഇത് കൊള്ളാം. പക്ഷെ ഇനിയിപ്പോൾ ഒരു ഞാൻ സിറ്റുവേഷൻ തന്നാ സിറ്റുവേഷൻ അനുസരിച്ച് പാടുമോ? ഒരു എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഒരു ഭാര്യ ഒരു ഭർത്താവിനെ തേച്ചിട്ട് പോകുന്നൊരു സിറ്റുവേഷൻ. സാധാരണ കാമുകനല്ലേ? ആ അപ്പോൾ വേറെന്തെങ്കിലും എങ്ങനെ എവിടെ വെച്ചിട്ടാണ് അങ്ങനെ വല്ല സന്ദർഭമുണ്ടോ? വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോയി വേറെത്തിന്റെ കൂടെ, അതേ പറയാൻ പറ്റുള്ളൂ. അപ്പോഴൊരു സാഡ് സോങ് എന്നുവെച്ചാൽ ആ സിറ്റുവേഷന്റെ മാച്ച് ആവുന്നതായിരിക്കും. പക്ഷെ ഒളിച്ചോടി എന്നുള്ള ലിറിക്സ് അതൊന്നും വേണ്ട, അത് സന്തോഷത്തിന് മാത്രമേ പറ്റത്തുള്ളൂ അതൊക്കെ ചേർക്കാൻ. കനലായി എരിയും നേരമാ നീ എൻ കനവിൽ മിഴിനീരായി തുള്ളി തൂകിതാ അഴകേ അരികേ ഞാനിന്നും ഏകനായി നീ അറിയാതെ നിന്നെ അറിയാതെ കനവായി പ്രണയങ്ങൾ തൂകി നീ എന്നെ അറിയാതെ പോയില്ലയോ. ഇത് ഞാൻ ചോദിക്കുന്നതേ, ഇത്രയൊക്കെ കഴിവുണ്ടായിട്ടും ഈ പള്ളിമണി സിനിമ ഇറങ്ങിയിട്ടും ശ്രീജിത്തിനെ ആരും തിരിച്ചറിയുന്നില്ല, ആരും വിളിക്കുന്നില്ല. ശ്രീജിത്ത് തന്നെ കഴിഞ്ഞ ആഴ്ച എന്റെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞോട്ടെ? ശ്രീജിത്ത് എന്നോട് പറഞ്ഞത്, അണ്ണാ എനിക്ക് എന്നെ ആരും വിളിക്കുന്നില്ല, എല്ലാവരും ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഈ സിനിമ ചെയ്തിട്ടും എന്നെ ആരും വിളിക്കുന്നില്ല, എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒന്ന് എടുത്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ശ്രീജിത്ത്. അപ്പോൾ ഞാൻ ചാനലിനെ വിളിച്ച് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും നന്ദി പറയേണ്ട ഞങ്ങളുടെ GM-നോടും അതുപോലെ വിനീഷിനോടുമാണ്. വിനീഷാണ് എൻ്റെ പ്രൊമോഷൻ ഹെഡ്, ഒരു നന്ദി പറയേണ്ടത്. പിന്നെ ഒബ്വിയസ്ലി നമ്മുടെ MD ഉണ്ട്, അവർ അപ്രൂവൽ തന്നപ്പോഴാണ് ശ്രീജിത്തിനെ എടുക്കാൻ പറഞ്ഞത്. പക്ഷേ ശ്രീജിത്തിന് എന്തൊക്കെയോ വിഷമങ്ങൾ പറയാനുണ്ടല്ലേ? വിഷമങ്ങളുണ്ട്, നമുക്ക് വിഷമങ്ങൾ കൂടുതൽ കാണും. കാര്യം നമ്മൾ ഈ കഴിവുള്ള എല്ലാവർക്കും ഒരു സ്ഥലത്ത് എത്തിച്ചേരണം എന്ന് പറഞ്ഞ് വിചാരിച്ചിട്ടും എത്തിച്ചേരാൻ പറ്റുന്നില്ല. കാര്യം നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ ഓരോരുത്തരുണ്ട്, നീ അങ്ങനെ കയറി പോണ്ട,
നീ അങ്ങനെ ഇവിടെ തന്നെ നിന്നാൽ മതി. ഇൻഡസ്ട്രിയിലുള്ളവരാണോ? ഇൻഡസ്ട്രിയിലുള്ളവരുണ്ട്, കൂടെ നിൽക്കുന്നവരുണ്ട്. ഇൻഡസ്ട്രിയിലുള്ളവർ നമുക്ക് ചാൻസ് തരും, പക്ഷേ കൂടെ ഉള്ളവർ കൂടെ നിന്ന് വാരി എടുത്തുകൊണ്ട് പോകും. എന്ന് വെച്ചാൽ കാല് വാരുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി ഉണ്ട്. അതിൻ്റെ കൂടെ നിൽക്കുന്നവർ തന്നെ ഉണ്ട്. അപ്പം ഞാൻ മാക്സിമം കുറേ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ എനിക്ക് കയറി പോകാൻ വേണ്ടി ശ്രമിക്കും. ഓരോ ഫിലിമിലും ഈ പള്ളിമണി ചെയ്തതിന് ശേഷം ഞാൻ 2-3 ഫിലിമിൽ ചെയ്തിട്ടും ആ ഫിലിമിൽ ചെയ്തുകൊണ്ടിരുന്ന ചാൻസ് പോലും കൂടെ നിൽക്കുന്നവർ തട്ടിയെടുക്കുന്ന പരിപാടികൾ ഉണ്ടായിട്ടുണ്ട്. മ്യൂസിക് ഡയറക്ഷനിലും പ്രോഗ്രാമിങ് ചെയ്യുന്നവരും എൻ്റെ കൂടെ നിന്ന് പ്രോഗ്രാം ചെയ്യുന്നവരും ഉണ്ട്. അത് ഞാൻ ആരെയും വ്യക്തിഹത്യ ചെയ്യുന്നില്ല, ആരെയും പേര് ഞാൻ പറയുന്നില്ല. പക്ഷേ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വർക്ക് കിട്ടുമ്പോൾ നമ്മളെ കൂടെ നിൽക്കുന്നവരെയും സപ്പോർട്ട് ചെയ്ത് അവർക്കും വർക്ക് കൊടുക്കും. എൻ്റെ വർക്ക് ഞാൻ പ്രോഗ്രാമിങ് ചെയ്യാൻ വേണ്ടി എനിക്ക് ആളുണ്ട്. എനിക്ക് 2-3 സ്റ്റുഡിയോ ഉണ്ട്, എറണാകുളത്തും ട്രിവാൻഡ്രത്തും. എൻ്റെ ഫ്രണ്ട്സ് തന്നെ ചെയ്യുന്നത്. അപ്പോൾ നല്ല സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരന്മാരാണെന്ന് വിശ്വസിക്കും. പക്ഷേ കൂടെ നിൽക്കുന്ന പയ്യന്മാർ, ഈ പ്രോഗ്രാമർ, അവർക്ക് ഞാൻ വർക്ക് കൊടുക്കും. പിന്നെ അതിനുശേഷം വരുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഒഴിവാക്കിയിട്ട് അവർ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ വേണ്ടിയാണ് അവനെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ മ്യൂസിക് ഞാനും ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരും. പിന്നീട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ട് അതിനിടയിൽ സ്വന്തമായിട്ട് അവരുടെ മ്യൂസിക്കും കൂടി കുത്തിക്ക് ആഡ് ചെയ്ത് അത് പ്രൊഡ്യൂസറിനെ കേൾപ്പിക്കും. അത് ഫ്രീ ആയിട്ടായിരിക്കും അവർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഡയറക്ടറിന് ഫ്രീ ആയിട്ട് ഒരു സോങ് കിട്ടിയാൽ അവർ തീർച്ചയായിട്ടും പ്രൊഡ്യൂസറിന് ലാഭം. അപ്പോൾ അവർക്ക് ചെയ്തു കൊടുക്കുന്ന സോങ്ങും കൊള്ളാമെന്നുണ്ടെങ്കിൽ അവരത് എടുക്കുകയും ചെയ്യും. പക്ഷെ അപ്പോൾ അവിടെ നമുക്കുള്ള ചാൻസ് അവർ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഞാൻ ഒരു ഫിലിമിൽ മ്യൂസിക് ഡയറക്ടറായി. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് എനിക്ക് അടുത്ത വർക്ക് എനിക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അപ്പോൾ ഒരു അടുത്ത വർക്ക് ആകുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യണം, നമുക്ക് അതിനനുസരിച്ചുള്ള ക്യാഷ് കൂടുതൽ വാങ്ങിക്കണം. അതൊക്കെയാണ് ഓരോരുത്തരുടെയും ഒരു തീരുമാനങ്ങൾ. അപ്പോൾ അങ്ങനെ ചെയ്തു പോകുമ്പോൾ കൂടെ നിൽക്കുന്നവർ ഇതിൽ വന്നിട്ട് അവർ അടുത്തൊരു സോങ് ചെയ്ത് കൊടുത്തിട്ട് അവസാനം നമ്മൾ അതിൽ നിന്ന് പുറത്താവേണ്ട അവസ്ഥ വരുന്നത്. അങ്ങനെ എനിക്ക് കുറച്ച് പറ്റിയിട്ടുണ്ട്. പക്ഷേ അത് കുറച്ച് ഷോർട്ട് ഫിലിമിൻ്റെ വർക്ക് കിട്ടിയാൽ എനിക്ക് കിട്ടി ഇതേപോലെ. അപ്പോൾ ഞാൻ കൂടെ നിൽക്കുന്നതല്ലേ പോട്ടെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളങ്ങ് വിടും. പിന്നെയും കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ചെയ്താൽ മണ്ടന്മാരാകും. ഒരിക്കലും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മണ്ടന്മാരാവാൻ പാടില്ല. ശ്രീജിത്തിന് വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് ഈ കോമഡി ഉത്സവത്തിലൊക്കെ സ്റ്റാർട്ടിങ് പോകുന്ന സമയത്ത് ഇതൊക്കെ കാണുമ്പോൾ വാവ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. എങ്കിലും അവിടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന മിഥുൻ ചേട്ടനാണ്. അദ്ദേഹം സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഒരു വൈബ് തന്നെ. പക്ഷെ നമ്മുടെ അവിടെ ഒരു ഫ്രണ്ടിൽ 3 ജഡ്ജസ് കാണും. ചിന്നിച്ചേട്ടനും പിന്നെ നമ്മുടെ ബീച്ചേട്ടനും ഓൾറെഡി ഉണ്ട് അവിടെ, പിന്നെ പക്രുച്ചേട്ടനും ഉണ്ട്. പക്ഷേ ചീഫ് ഗസ്റ്റായിട്ടൊക്കെ വരുന്ന ആൾക്കാരുണ്ടല്ലോ, ഒരു ദിവസത്തെ എപ്പിസോഡിനൊക്കെ വന്നിരിക്കുന്നത്, അവരിൽ ആരെങ്കിലും ഓഫർ തന്നിട്ട് വിളിക്കാതിരുന്നിട്ടുണ്ടോ? ഇല്ല. അവരൊക്കെ ആയിട്ട് നമ്മൾ ആ സമയത്ത് ആ വേദിയിൽ വെച്ച് കാണുന്ന പരിചയമുള്ളൂ. അവരൊക്കെ നല്ല സപ്പോർട്ടും കാര്യങ്ങളായിരിക്കും. അങ്ങനെ ഞാൻ ആരുടെടുത്തും പോയി എനിക്കൊരു ചാൻസ് തരുമോ അങ്ങനെ ഞാൻ ചോദിച്ചിട്ടില്ല. ഇപ്പോൾ തന്നെ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചത് എനിക്കൊരു ഇൻ്റർവ്യൂ ആയിട്ടാണ് ഞാൻ ചോദിച്ചത്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് വിഷമങ്ങളുണ്ട്. എന്നുവെച്ചാൽ എനിക്ക് ഓരോരോ വർക്കുകൾ കിട്ടുന്നു, അതൊക്കെ എല്ലാം മിസ്സായി പോകുന്നു. മിസ്സാകാൻ പോകുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഇപ്പോൾ കിട്ടിയത് തന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, കൂടെ ഉണ്ടായിരുന്ന ഒരുത്തൻ പ്രോഗ്രാമർ, അത് സ്വന്തമായിട്ട് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്ത് അങ്ങനെ പോയി. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഓരോരോ വിഷമങ്ങൾ വരുമ്പോഴാണ് നമ്മൾ മാനസികമായിട്ട് തളർന്നു പോകുക. എന്നുവെച്ചാൽ നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കൂടെ നിൽക്കുന്നവർ തന്നെ കാല് വാരുമ്പോഴത്തേക്കുള്ള ഒരു വിഷമം. ശരി, നീ വിഷമിക്കണ്ട. നമുക്ക് ഈ പള്ളിമണിയിലെ പാട്ട് രണ്ടുപേരും കേൾക്കാം. കാര്യം അത് വിനീത് ശ്രീനിവാസൻ ചേട്ടൻ പാടിയത്, വിനീതേട്ടൻ പാടിയത് ആരും അധികം കേട്ട് കാണാൻ ചാൻസ് ഇല്ല. ഇല്ലെങ്കിൽ നമുക്കത് ആൾക്കാരിലേക്ക് എത്തിക്കാം. രണ്ടുപേരും പാട്ട്. ഓക്കെ. അപ്പോൾ ഇത് അനിൽ കുമ്പഴ എന്നാണ് ഡയറക്ടറിൻ്റെ പേര്. അപ്പോൾ ഡയറക്ടറാണ് എനിക്ക് ഇതിലായിട്ട് ചാൻസ് തന്നത്. പള്ളിമണി എന്നാണ് പടത്തിൻ്റെ പേര്. ഇത് കോമഡി ഉത്സവം എന്ന വേദിയിലൂടെയാണ് പുള്ളി എന്നെ പരിചയപ്പെടുന്നത്. എനിക്ക് ചാൻസ് കിട്ടണം. അപ്പോൾ വിനീത് ശ്രീനിവാസനെ ചേട്ടനെ കൊണ്ട് പാടിയ ഈ സോങ് പാടാം. ഈ വഴിയിൽ മിഴി നിന്നെ തേടും, നീ അറിയാതിനി എന്നെന്നും ആ മുഖമൊന്നരികിൽ കാണാനായി മോഹവുമായി എന്നഴകേ, നീ വന്നു ചേരും നേരത്തു നെഞ്ചിൽ പ്രേമത്തിൻ നോവാണ് പൊന്നേ, നീ മാറിവില്ലിൻ അഴകായ എൻ്റെ കൂടെ പോരുന്നുവോ മൗനമെന്തേ, സഖിനി സ്വന്തമായി ഇനി ജന്മവും ഞാൻ നൽകാമെൻ പ്രേമത്തിൻ സമ്മാനമായി, പൂങ്കാറ്റ് പോൽ അരികിൽ വന്നു നീ ചേർന്നു നിന്നിടവേ. സൂപ്പർ ആട്ടോ.
ഈ പാട്ട് ഇറങ്ങിയിട്ട് എത്ര നാളായി ഇപ്പം? ഇപ്പോൾ ഫിലിം റിലീസായിട്ട് ഇപ്പോൾ ഒരു 2 വർഷമാവും. 2 വർഷം. ഈ പാട്ട് ഇറങ്ങിയിട്ടും ശ്രീത്തിനെ തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് സത്യം പറഞ്ഞാൽ അത് ആരെങ്കിലും ഒതുക്കപ്പെട്ടു പോകുന്നൊരു അല്ലെങ്കിൽ ഒതുക്കുന്ന രീതിയിൽ ശ്രീത്തിനെ നമുക്ക് ഒരു ഭീഷണിയാണ് എന്ന് പറഞ്ഞ് ഒതുക്കുന്ന രീതിയിലാണ് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് കുറച്ചൊക്കെ അനുഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അത് ആരെയും പേര് പറയാനോ അങ്ങനെയൊന്നും അല്ല, എങ്കിലും അനുഭവങ്ങൾ പറയാമല്ലോ. അനുഭവങ്ങൾ പറയാം. എന്നാൽ ഈ സിനിമ റിലീസാവുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച് TV ഷോസിലൊക്കെ ഞാൻ വന്നിട്ടുള്ള കോമഡി ഉത്സവത്തിലല്ലേ കോമഡി ഉത്സവത്തിലൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ ചാനലിലൊക്കെ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ തരാം, അതിലുള്ള ആക്ടേഴ്സിനെ എല്ലാം കൊണ്ടുവരിക, എല്ലാവരെയും വെച്ച് നമുക്കൊരു പ്രൊമോഷൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞിട്ടും ഫിലിം റിലീസിൻ്റെ ഡേറ്റ് അടുത്ത് വരും തോറും ഇവരെ വിളിക്കുമ്പോഴത്തേക്ക് എടാ നമുക്കത് ചെയ്യാം, അടുത്ത ആഴ്ച ചെയ്യാം, ഇന്റർവ്യൂ എടുക്കാം. അഭിനയിച്ചത് ശ്വേതാ മേനോൻ, നിത്യദാസ്, കൈലാഷ് ഇത്രയും പേരാണ് മെയിൻ ആയിട്ടുള്ളത്. 3 മെയിൻ ആർട്ടിസ്റ്റുകൾ 3 പേരുണ്ടല്ലോ, മതിയല്ലോ. അതെ. എന്നിട്ടുകൂടി അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ചാനൽ ഏതായിരുന്നു? ചാനലുകാർ അത് അതങ്ങനെ സോഷ്യൽ മീഡിയ ആണോ? സോഷ്യൽ മീഡിയ അല്ല, കുറച്ച് ചാനലാണ്. സാറ്റലൈറ്റ് ചാനലാണോ? സാറ്റലൈറ്റ് ചാനൽ ആണ്. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എനിക്ക് ഇൻ്റർവ്യൂ തരാമെന്ന് പറഞ്ഞിട്ടും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കി എടുക്കാന്ന് പറഞ്ഞിട്ട് അവർ ചെയ്തില്ല. പിന്നെ വിളിക്കും, എടാ നമുക്ക് പിന്നെ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് ചെയ്യാം. പിന്നെ സിനിമ റിലീസായതിനു ശേഷം ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ട് കാര്യമില്ല. എന്നിട്ടും അതിന് ശേഷം പോലും ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ വിളിച്ചല്ലോ, എന്നെ വിളിച്ചു, ഞാൻ നമ്മുടെ ചാനൽ തന്നെ പറയാൻ എടുക്കാൻ. അല്ല, ഇതിനകത്ത് ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, നമ്മള് വിനീത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കൊണ്ട് പാടിക്കുമ്പം ഒത്തിരി നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പുള്ളി ആദ്യം പേടിയായിരിക്കും, പുള്ളിയുടെ അടുത്ത് അത് പറഞ്ഞാൽ ഇഷ്ടപ്പെടുവോ, ഇല്ലെങ്കിൽ നമ്മൾ ആ സംസാരിച്ച് ഇഷ്ടപ്പെടുവോ, ഇല്ലെങ്കിൽ ഇന്ന പോലെ ഇംപ്രവൈസ് ചെയ്യാൻ പറഞ്ഞാൽ. ആസ് എ മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹം ഒരു മ്യൂസിക് ഡയറക്ടറാണ്, അപ്പം ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അന്നേരം ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സജഷൻ പറഞ്ഞപ്പോൾ പുള്ളി തിരിച്ചെന്താ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ പുള്ളിയുടെ ബിഹേവിയർ എങ്ങനെയായിരുന്നു? നമ്മുടെ ഇത് ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു റെക്കോർഡിങ് നടന്നത്, ഓഫ് ബീറ്റ് സ്റ്റുഡിയോയിലായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ ആദ്യമായിട്ട് വിനീതേട്ടനെ കാണുമ്പോൾ ചേട്ടൻ ഒരു ഫ്രീ മൈൻഡുള്ള പുള്ളിയാണ്. പുള്ളിയെടുത്ത് ഞാൻ ഈ സോങ് ആദ്യമേ നമ്മൾ റെക്കോർഡിങ് അയച്ചു കൊടുത്തപ്പോൾ തന്നെ പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞു, ഓക്കെ ആണെന്ന് പറഞ്ഞത്. കോൺടാക്ട് ചെയ്യുന്നത് അതിൻ്റെ ഡയറക്ടറാണ്, നമ്മുടെ ഫിലിം ഡയറക്ടർ. അവർ നേരിട്ട് വിനീതേട്ടനെ കോൺടാക്ട് ചെയ്ത് അങ്ങനെ സോങ് അയച്ചു കൊടുത്തിട്ട് സോങ് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ചേട്ടൻ പാടിയത്. അങ്ങനെ ഇതിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് KR നാരായണൻ എന്നാണ്. പുള്ളിയാണെങ്കിൽ നന്നായിട്ട് ലിറിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വിനീതേട്ടനെ ഈ ലിറിക്സ് ഇഷ്ടപ്പെട്ടു, ടോൺ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ചേട്ടൻ പാടാൻ വേണ്ടി വന്നു. അപ്പോൾ സ്റ്റുഡിയോയിൽ വന്നപ്പോഴത്തേക്കും ആ ചേട്ടൻ സോങ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ചേട്ടൻ പറഞ്ഞടാ, ഇത് നീ ശ്രീത്തെ എൻ്റെ വോയിസ് ആണോ നീ ഇതിൽ കറക്റ്റ് മാച്ച് ആണെന്ന് തന്നെ തോന്നിയത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫോണിലൂടെ അല്ല, നേരിട്ട് സ്റ്റുഡിയോയിൽ വെച്ച്. അപ്പോൾ ഞാൻ തന്നെയാണോ ഈ സോങ്ങിന് വേണ്ടി സെലക്ട് ചെയ്തിട്ട് തന്നെയാണോ എന്നെ വിളിച്ചതെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഞാൻ ഒന്നുമില്ല, അങ്ങനെ ചോദിച്ചതാണ്. അപ്പോൾ ഞാൻ പറയും, ഈ സോങ് ചേട്ടന് വേണ്ടി തന്നെയാണ് നമ്മൾ ട്രാക്ക് പാടിയ ഞാനാണ്. ഇല്ല, ഞാൻ തന്നെയാണ് റഫ് ട്രാക്ക് എല്ലാം പാടുന്നത്. എൻ്റെ വോയിസ് പാടിയതിന് ശേഷം എല്ലാവർക്കും അയച്ചു കൊടുക്കും. പിന്നെ കുറച്ച് പുതുമ പയ്യന്മാരെ കൊണ്ടൊക്കെ റഫ് ട്രാക്ക് പാടിപ്പിക്കാറുണ്ട്, എന്നിട്ട് അയച്ചു കൊടുക്കാറുണ്ട് ഓരോരുത്തർക്ക്. അങ്ങനെ വിനീതേട്ടന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വിനീതേട്ടൻ തന്നെ പറഞ്ഞു, ഞാൻ തന്നെയാണോ ഇത് പാടേണ്ടത് വിചാരിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, ഒന്നുമില്ലെന്ന് പറഞ്ഞു. പക്ഷേ ചേട്ടൻ പാടി വന്നപ്പോഴത്തേക്ക് സാധനം സൂപ്പറായിരുന്നു. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു, ചേട്ടന് വേണ്ടി ചെയ്ത സോങ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ചേട്ടൻ താങ്ക്സ് പറഞ്ഞു. ഓരോ ലൈനും ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടി ചേട്ടൻ തന്നെ ഓരോന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലൈനൊക്കെ എനിക്കും ഇഷ്ടപ്പെട്ടു. ആ ട്യൂണൊക്കെ നല്ല മാച്ചിങ് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചതിൽ കൂടുതൽ നന്നായിട്ട് ചേട്ടൻ ഇത് നന്നായി പാടിയിട്ടുണ്ട്. അതിലും കൂടുതലായിട്ട് അതിൽ കൂടുതലായിട്ട് പാടിയിട്ടുണ്ട്. എങ്കിൽ പോലും ഈ പാട്ട് ഇറങ്ങിയതിന് ശേഷം പിന്നെ അതിനുശേഷം എപ്പോഴെങ്കിലും വിനീതേട്ടനെ കാണാനിടയായിട്ടുണ്ടോ? ഇല്ല. നിങ്ങളുടെ സക്സസ് സെലിബ്രേഷൻ അങ്ങനെ, അല്ലെങ്കിൽ ഓഡിയോ ലോഞ്ചിനോ അങ്ങനെയൊക്കെ ആ സമയത്തോ? ഓഡിയോ ലോഞ്ച് ട്രിവാൻഡ്രത്ത് ട്രാവൻകൂർ മാളിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ ഓഡിയോ ലോഞ്ച് നടന്നത്. അപ്പോൾ വിനീതേട്ടനൊന്നും വരാൻ സാഹചര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ വേറെ ആരുണ്ടായിരുന്നു അന്ന് ഓഡിയോ ലോഞ്ചിനാണോ? ഓഡിയോ ലോഞ്ചിന് നമ്മുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് ആ സ്റ്റേജിൽ ശ്രീത്തിനെ ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ, അത്രയും ആൾക്കാർ മുന്നേച്ച് വിളിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ളൊരു പ്രൗഡ് ഫീൽ എന്ന് പറയാമോ? അതിന് ആദ്യം തന്നെ നന്ദി പറയേണ്ടത് ഡയറക്ടർ അനിൽ കുമ്പഴ ചേട്ടനാണ്. ചേട്ടൻ എന്നെ നന്നായിട്ട് ഈ സോങ് ചെയ്യാൻ വേണ്ടി സഹായിച്ചത്. പുള്ളിയാണോ വിളിച്ചത്? പുള്ളിയാണ് എന്നെ വേദിയിലിട്ട് ക്ഷണിക്കുന്നതും. എനിക്ക് ആ വേദിയിൽ വെച്ച് എന്തൊക്കെ പറയാനുണ്ട് അതെല്ലാം ഞാൻ പറയാതെ തന്നെ ചേട്ടൻ എന്നെക്കുറിച്ച് എല്ലാം പറഞ്ഞു. അപ്പോൾ എനിക്ക് കൂടുതലായിട്ടൊന്നും
മറ്റുള്ളവരോട് പറയേണ്ട ആവശ്യം വന്നിട്ടില്ല. അത്രയും സന്തോഷം എനിക്ക് അതിലുണ്ട്. അതിൽ അനിലേട്ടനെ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി അറിയിക്കാനുള്ളത്. അല്ല, ശ്രീജിത്ത് ഈ പാട്ടിന് അല്ലെങ്കിൽ പാട്ട് ചെയ്യാൻ ആപ്റ്റായിട്ടുള്ള ഒരാളാണെന്ന് എങ്ങനെയാണ് അവർ തിരിച്ചറിഞ്ഞത്? കാര്യം ശ്രീജിത്ത് ഇങ്ങനെ ഒരു കഴിവ്, അത് കാര്യം പാട്ട് തിരിച്ചു കഴിയുന്ന ഒരാളെ കൊണ്ട്, അല്ലെങ്കിൽ പാട്ട് മലയാളം പാട്ട് തമിഴിലേക്ക് പാടുന്ന ഒരാളെ കൊണ്ട് ഒരു മ്യൂസിക് ഡയറക്ഷൻ ആരും ചെയ്യിപ്പിക്കത്തില്ല. അപ്പം എങ്ങനെയാണ് ഒരു വിശ്വാസത്തോടു കൂടി ഈ ഒരു പാട്ട് വിനീത് ശ്രീനിവാസനെ കൊണ്ട് പാടിക്കണമെന്നും അത് ശ്രീജിത്ത് തന്നെ ഡയറക്ഷൻ ചെയ്യണം, മ്യൂസിക് ഡയറക്ഷൻ ചെയ്യണമെന്നും പറയാൻ അതെന്താണ് ധൈര്യം കിട്ടിയത്? അത് ധൈര്യം കിട്ടിയത് ഞാൻ ഈ സ്പോട്ടിൽ മ്യൂസിക് ഉണ്ടാക്കും. അങ്ങനെ കോമഡി ഉത്സവത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്നത് മൾട്ടി ടാസ്ക് അല്ല, ആദ്യം ചെയ്യുന്നത് സ്പോട്ട് മ്യൂസിക് എന്നാണ് ഐറ്റത്തിൻ്റെ പേര്. അതൊരു സിറ്റുവേഷൻ തന്നാൽ ആ സിറ്റുവേഷന് മാച്ച് ആവുന്ന, നമ്മളിപ്പോൾ പാടിയതുപോലെ സിറ്റുവേഷന് മാച്ച് ആവുന്ന ടോണും ലിറിക്സും ആ 10 സെക്കൻഡിനുള്ളിൽ തന്നെ ഞാൻ ചെയ്യും. അങ്ങനെ ആ പെർഫോമൻസ് കണ്ടിട്ടാണ് അനിലേട്ടൻ എന്നെ വിളിക്കുന്നത്, കോൺടാക്ട് ചെയ്യുന്നത്. അങ്ങനെ അനിലേട്ടൻ നേരെ പോയി കാണുകയും ചേട്ടൻ പറഞ്ഞിരുന്ന സിറ്റുവേഷൻ അനുസരിച്ചുള്ള സോങ്സ് ഞാൻ പുള്ളിയുടെ അടുത്ത് വെച്ച് തന്നെ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തു. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് എനിക്ക് സിറ്റുവേഷൻ തന്നതും ഈ വിനീതേട്ടനെ കൊണ്ട് പാടിപ്പിക്കാനുള്ള ഈ വഴിയിലെന്നുള്ള സോങ്ങിൻ്റെ വർക്കുകളെല്ലാം അങ്ങനെയാണ് ചെയ്ത് റെഡിയായത്. ഇതെന്തിനാണെന്നറിയോ ശ്രീജിത്തെ? അപ്പം കുറച്ച് മുമ്പ് ശ്രീജിത്ത് പറഞ്ഞു, ഞാൻ ഒരു പാട്ട് പറഞ്ഞാൽ ആ പാട്ട് നീ എഴുതും, എന്നിട്ട് നിനക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് നീ പാടുമെന്ന് പറഞ്ഞു അല്ലേ? അപ്പം എൻ്റെ സ്കെച്ചുണ്ട്. ശ്രീജിത്തെ, എനിക്ക് എൻ്റെ ഫേവററ്റ് സോങ് രണ്ടെണ്ണം ഉണ്ട്. രണ്ടല്ല കുറേ ഉണ്ട്, എങ്കിലും മലയാളത്തിൽ എനിക്ക് ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ളത് ഈറൻ മേഘമുണ്ട്, വാതിൽ പഴുതിലൂടെ. ഈ വാതിൽ പഴുതിലൂടെ പാടുക, ഈറൻ മേഘം എഴുതുക. പറ്റുമോ? ശരി, നോക്കാം. അപ്പോൾ നമുക്ക് എൻ്റെ ഫേവററ്റ് സോങ് ആണ് അത്. ശ്രീജിത്ത് ഇപ്പോൾ ഈറൻ മേഘം എഴുതിക്കൊണ്ട് വാതിൽ പഴുതിലൂടെ പാടാൻ പോവാം. ശരി, ഓക്കെ. കാണിക്കാം, ലാസ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. ഓക്കെ. വാതിൽ പഴുതിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോലെ, അതിലോലമിൻ ഇടനാടിയിൽ നിൻ കളമധുരമം കാലൊച്ച കേട്ടു, മധുരമം കാലൊച്ച കേട്ടു. വാതിൽ പഴുതിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോലെ, അതിലോലമിൻ ഇടനാഴിയിൽ നിൻ കളമധുരമം കാലൊച്ച കേട്ടു, മധുരമം കാലൊച്ച കേട്ടു. അപ്പോൾ ഇങ്ങനെ എഴുതിയപ്പോൾ എനിക്കിത് എങ്ങനെ പിടിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. അത് ആ തല ഇരിച്ചു. പക്ഷേ ഇത് കറക്റ്റായിട്ടുള്ളത് ഞാൻ ഇത് കാണിച്ചത്, ഒന്ന് കീറി കാണിച്ചു കൊടുക്കട്ടെ. ഇത് വായിക്കാൻ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഈറൻ മേഘം പൂവും കൊണ്ട് പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ പൂങ്കാറ്റും സോപാനം പാടുമ്പോൾ, കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാം കേട്ടോ. കണ്ടോളൂ. ഇത് ശ്രീജിത്ത്, ഇത് ഭയങ്കര ഇത് പാടാണ്, നേരെ പോയി എഴുതാനേ പറ്റത്തില്ല. അതിനിടയ്ക്കാണ് തലയിരിച്ച് എഴുതിയിട്ട് കറക്റ്റായിട്ട് ചില ഇതിനകത്ത് നമ്മൾ ദീർഘവും അതൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇത്രയും തലയിരിച്ച് എഴുതിനകത്ത് എന്ത് ദീർഘം അല്ലയോ പാട്ട് നമുക്കറിയാം. ഇത് കറക്റ്റാണ് കേട്ടോ. അതാ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഈറൻ മേഘം പൂവും കൊണ്ട് പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ. അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ. ഇനി ശ്രീജിത്ത് ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുക, ഇനിയും ഡെവലപ്പ് ചെയ്യുക, അതുപോലെ മ്യൂസിക് ഡെവലപ്പ് ചെയ്യുക, ആൾക്കാരിലേക്ക് കൂടുതലായിട്ട് എത്താൻ ശ്രമിക്കുക. എല്ലാവരും വിളിക്കും കേട്ടോ. ഇനി ആരും തള്ളി പറയില്ല. ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി പറഞ്ഞ ആൾക്കാർ ശ്രീജിത്തിൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യട്ടെ. നല്ല കുറേ സിനിമകൾ കിട്ടട്ടെ ശ്രീജിത്തിന്. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, എല്ലാവരും ഓരോരുത്തരുടെ കഴിവ് തെളിയിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് തന്നെ ഇറങ്ങണം. അതും മാക്സിമം നിങ്ങളെ കൊണ്ട് എന്ത് പറ്റുന്നതിൽ കൂടുതലായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനോടൊപ്പം നമ്മൾ ചാൻസുകൾ തേടി പോവുക. തേടിപ്പോയതിനനുസരിച്ച് നമ്മൾ എവിടെ എത്തണം, ഉയരങ്ങളിലേക്ക് എത്താനുള്ള ചവിട്ടുപടികൾ കയറി പോകണം. നമുക്ക് എത്തേണ്ട ലക്ഷ്യങ്ങൾ നമ്മൾ നേടിയെടുക്കണം. ഇടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ, ശ്രീജിത്ത് തന്നെ പറഞ്ഞു ചാൻസ് ചോദിക്കാറില്ലെന്ന്. അപ്പോൾ എങ്ങനെ ചാൻസ് പറയുമ്പം ചാൻസ് ചോദിച്ചു പോകണമെന്ന് പറയുമ്പോൾ ശ്രീജിത്ത് എന്തുകൊണ്ടാണ് ചാൻസ് ചോദിക്കാത്തത്? അല്ല, ഞാൻ ചാൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു. ചാൻസ് ചോദിക്കുമ്പോഴൊക്കെ ചെയ്യാം ശ്രമിക്കാം, ചോദിച്ചു മടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മറ്റുള്ളവരുടെ ചോദിക്കുന്നതിനെക്കാട്ടും നല്ലത് നമുക്ക് സ്വന്തമായിട്ട് എന്തുകൊണ്ട് ചെയ്തുകൂടാ. അങ്ങനെയാണ് ഞാൻ ചെറുപ്പം മുതലേ പാട്ട് പാടുമായിരുന്നു. അപ്പോൾ കുറച്ച് നാൾ പാട്ട് പഠിക്കാൻ പോയി. പിന്നീട് പാടാനുള്ള സാഹചര്യം കിട്ടിയില്ല. സ്വന്തമായിട്ട് പാട്ട് യൂട്യൂബിലും നോക്കിയും അല്ലാതെയൊക്കെ പഠിച്ചു. അതേപോലെ ഈ ലിറിക്സ് സ്വന്തമായിട്ട് ലിറിക്സ് എഴുതി പഠിച്ചു. അതേപോലെ ഇപ്പോൾ എഴുതുന്നത്
തലതിരിച്ച് എഴുതാൻ പഠിച്ചു. എല്ലാം ഞാൻ എഴുതി പഠിച്ചു. അതേപോലെ മ്യൂസിക് സ്വന്തമായിട്ട് ഞാൻ യൂട്യൂബിലും എൻ്റെ ചാനലിൽ ശ്രീജിത്ത് രവി എന്നാണ് ചാനലിൻ്റെ പേര്. അതിൽ ഞാൻ ആദ്യമൊക്കെ മ്യൂസിക് വീഡിയോസൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ വിജയ് സാറിനെ കുറിച്ചുള്ള 3 ട്രിബ്യൂട്ട് മ്യൂസിക് വീഡിയോ ചെയ്തു. അപ്പോൾ വിജയ് സാറിൻ്റെ ഓരോ സിനിമകൾ ഇറങ്ങുമ്പോൾ പ്രൊമോഷൻ സോങ് ആയിട്ട് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ APJ അബ്ദുൽ കലാം സാറിൻ്റെ ട്രിബ്യൂട്ട് സോങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നജീം അർഷാദൊക്കെയാണ് പാടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്തു. അല്ലാതെ കുറച്ച് മ്യൂസിക് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നാദ്യമായെന്നാണ് മ്യൂസിക് വീഡിയോയുടെ പേര്. അതേപോലെ ഒരു 10-12 മ്യൂസിക് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മ്യൂസിക് ഡയറക്ഷൻ ചെയ്ത് പഠിച്ച് വന്നതാണ്. എല്ലാം സ്വന്തമായിട്ട് ചെയ്തതാണ്. പിന്നെ അത് എന്നെ സപ്പോർട്ട് ചെയ്തത് നമ്മുടെ ആറ്റിങ്ങലിലെ സിറ്റി മൊബൈൽ എന്നുള്ള ഷോപ്പിലെ നഹാസികയാണ് നമ്മുടെ പ്രൊഡ്യൂസർ. അപ്പോൾ പുള്ളിയാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുള്ളി ഉള്ളത് കൊണ്ട്, പ്രൊഡ്യൂസർ ഉള്ളത് കൊണ്ട് നമുക്ക് മ്യൂസിക് വീഡിയോസൊക്കെ ചെയ്ത് കയറി വരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ചു, ഇപ്പോൾ അങ്ങനെ ഫിലിമിൽ മ്യൂസിക് ഡയറക്ടറായി. അപ്പോൾ ഓരോ ചാൻസുകൾ ചോദിക്കുമ്പോൾ ഓരോരുത്തർ തരാതിരുന്നത് കൊണ്ടുള്ള ഒരു ഇത് കൊണ്ടിട്ടാണ് നമ്മൾ തന്നെ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് ഇറങ്ങിയത്. അപ്പം അത് നടക്കട്ടെ ശ്രീജിത്തെ. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ നമ്മൾ ചാൻസ് ചോദിക്കുക, ഒരിക്കലും മടുക്കരുത്. കാര്യം ചോദിച്ചു പോലെ നമ്മളിങ്ങനെ ഒരാളുണ്ടെന്ന് അറിയുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ഡയറക്ടേഴ്സിനും ഓരോ മെസ്സേജ് ഇടുക, നമ്മളിങ്ങനെ ഒരാളുണ്ട്. പിന്നെ സ്വന്തമായിട്ട് കുറച്ച് ആൽബംസ് ഒക്കെ ചെയ്ത് ആൾക്കാരിൽ തെളിയിച്ചു കൊടുക്കുക ശ്രീജിത്ത് എന്താണെന്ന്. ഓൾറെഡി വിനീതേട്ടനെ കൊണ്ട് പാടിച്ച് തെളിയിച്ചതാണ്. ആ പാട്ടൊക്കെ ഒന്നുകൂടെ എടുത്ത് എല്ലായിടത്തും ഇടുക, എല്ലാവരും ഒന്ന് കാണട്ടെ ആ പാട്ടുകൾ എന്തൊക്കെയാണ് ശ്രീജിത്ത് ചെയ്ത കാര്യങ്ങൾ. അപ്പം എല്ലാവിധ ഭാവങ്ങളും നേരും ശ്രീജിത്ത്. ഇനിയും നല്ല നല്ല സിനിമകൾ കിട്ടട്ടെ, ആൾക്കാരിലേക്ക് തിരിച്ചറിയട്ടെ, ഇൻ്റർവ്യൂ എടുക്കാൻ ആൾക്കാർ ക്യൂ നിൽക്കട്ടെ കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.